ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുക്കറിലൊന്നും അല്ല വെച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ചേരുവകളൊന്നുമില്ല. അതുപോലെ ഇതിനകത്ത് മന്തി മസാലയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ സ്കിന്നൊന്നും മാറ്റാതെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് എടുത്താൽ മതി. കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളുടെ ഫ്ലേവറൊക്കെ പിടിക്കും. അതുപോലെ ചിക്കൻ സ്റ്റോക്കൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും ഇതേപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ കത്തി ഉപയോഗിച്ചിട്ടോ ഒന്ന് കുത്തി കൊടുക്കണം. എല്ലാ പീസിലും നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളകും, ഒരു പീസ് പട്ട, ഒരു 6-7 ഏലക്ക, ഒരു 8 ഗ്രാമ്പും, 1 ടീസ്പൂൺ ചെറിയ ജീരകവും, പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു പാക്കറ്റും എടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റിൽ 2 ക്യൂബാണ് വരുന്നത്. മാഗിയുടേതും ഇങ്ങനെ വാങ്ങാൻ കിട്ടും. ഞാൻ എടുത്തിട്ടുള്ളത് അല്ലലാലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചിക്കൻ സ്റ്റോക്കാണ്. ഈ ഒരു പാക്കറ്റിൽ 2 ക്യൂബാണ് ഉണ്ടാകുന്നത്. ഇതിനിയൊന്ന് പൊടിച്ചിട്ട് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ക്യൂബ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ടാകും ചിക്കൻ്റെ. അപ്പോൾ ഇതിലേക്ക് 2 ക്യൂബിൻ്റെ ആവശ്യമുള്ളൂ. ഒരു കിലോ ചിക്കനിലൊക്കെ 2 ക്യൂബിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അപ്പം കുറച്ചൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് സ്റ്റോക്ക് കുറവാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അത് ഉപ്പ് നമ്മൾ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കളറും ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ റെഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ മതി. എല്ലായിടത്തും ഒന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ സ്കിന്ന് മാറ്റിയിട്ടാണ് ചിക്കൻ എടുക്കുന്നതെങ്കിൽ ഒരു 3/4 കപ്പ് ഓയിലെങ്കിലും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വേറെ നെയ്യോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കണം. യഥാർത്ഥത്തിൽ ഒരു ചിക്കന് 1 കപ്പ് ഓയിലാണ് ചേർക്കേണ്ടത്. ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് അടച്ചിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇവിടെ ഞാൻ അരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കുതിർത്തെടുക്കണം. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത്. 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കന് 4 കപ്പ് എന്നാണ് കണക്ക്. ഞാൻ 1.25 കിലോ ചിക്കനാണ് 4 കപ്പ് അരി എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മന്തി വെക്കാനായിട്ട് സെല്ല റൈസ് തന്നെയാണ് നല്ലത്. പിന്നെ സെല്ല റൈസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മന്തിക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മന്തിയുടെ അതേ ഒരു ടേസ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സെല്ല റൈസ് തന്നെയാണ് നല്ലത്. ഇവിടെ ചോറ് വേവിക്കാനായിട്ട് കുറച്ചധികം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഏലക്കയും ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ടയും ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 നാരങ്ങ കൂടി, ഉണങ്ങിയ നാരങ്ങ ചേർക്കുന്നുണ്ട്. ഈ നാരങ്ങ ഞാൻ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്തതുകൊണ്ട് കുറച്ച് കളർ കുറവാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല കറുത്തിട്ടായിരിക്കും ഈ നാരങ്ങ ഉണ്ടാകുന്നത്. ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തിയിട്ടാണ് ഈ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നാരങ്ങയുടെ ഒരു ഫ്ലേവർ റൈസിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മുന്തി നിന്നാൽ മാത്രമേ നമ്മൾ റൈസ് കുക്ക് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഉപ്പ് ചോറിലേക്ക് കറക്റ്റ് ഉപ്പ് പിടിച്ച് കിട്ടൂ. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വാർത്ത് കളഞ്ഞിട്ടാണ് റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. നമ്മൾ അരിയിലേക്ക് വേറെ ഓയിലൊന്നും നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട്.
ഇതിനി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചിക്കനും കുറച്ചൊന്ന് കുക്കായിട്ടാണ് ഇതിലേക്ക് റൈസ് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ കുറച്ച് നല്ല വലിപ്പമുള്ള ഒരു പാത്രം എടുക്കണം എപ്പോഴും നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇത് തമ്മിലൊട്ടിയിട്ട് കറക്റ്റ് ഒരു ഇതിൽ കിട്ടില്ല. അതുകൊണ്ട് നല്ലപോലെ നിരത്തി വെക്കാൻ പറ്റിയ ഒരു പാത്രം എടുക്കണം. എന്നിട്ട് ഒരു സൈഡ് കുറച്ചൊന്ന് കുക്കാവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് ഓയിലെങ്കിലും എടുക്കണം. 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓയിൽ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ചോറും കുറച്ചൊന്ന് തിളച്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്, കുക്കായിട്ടില്ല. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. സെല്ല റൈസ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു 95% കുക്കായി കിട്ടണം. എന്നിട്ടാണ് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബാസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ അത് ഒരു 3/4 ഭാഗം കുക്കാവുമ്പോൾ തന്നെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അങ്ങ് നമ്മൾ ബാസ്മതി അരി പോലെ ഇത് വെന്ത് ഉടഞ്ഞൊന്നും പോവില്ല. എത്ര നല്ലപോലെ കുക്ക് ചെയ്തെടുത്താലും ചിക്കനിലേക്ക് ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് മന്തി ആയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള അരിയല്ല ഇത്. അപ്പോൾ ഇത് വേവിച്ചിട്ട് ഞാൻ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് കുക്കായ ചിക്കൻ്റെ മുകളിലേക്ക് ഈ റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പകുതി റൈസ് ചേർത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ പച്ചമുളക് കീറിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എരിവ് നമുക്ക് റൈസിൽ കിട്ടും. എന്നിട്ട് ബാക്കിയുള്ള റൈസും കുക്ക് ചെയ്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ചൂടോടെ തന്നെ ഈ റൈസ് കുക്ക് ചെയ്തിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ചൂട് പോകാനായിട്ട് നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടില്ല. എന്നിട്ട് മുകളിലും കുറച്ച് പച്ചമുളകൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 കളർ എടുത്തിട്ടുണ്ട്, യെല്ലോ കളറും ഒരു റെഡ് കളറും എടുത്തിട്ടുണ്ട്. കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 3-4 തുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഓപ്ഷനിലാണ്, വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങിങ്ങായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ബൗൾ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചാർക്കോൾ, 2 പീസ് ചാർക്കോൾ നന്നായിട്ടൊന്ന് കത്തിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചാർക്കോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ നല്ല കനലുള്ള വിറകിൽ നല്ല കനലുള്ളത് ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ഇതേപോലെ നല്ല കനലോട് കൂടി തന്നെ ബൗളിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോഴും തന്നെ കവർ ചെയ്യണം. അതിൻ്റെ ആ ഒരു പുക അതിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ കവർ ചെയ്തിട്ട് നന്നായിട്ട് അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറും കൂടെ കുക്ക് ചെയ്തെടുക്കാം. തീ കൂടുതലാവാൻ നോക്കരുത്, കുറച്ച് തന്നെ വെക്കണം. ഇനി ഇതിലേക്ക് ഒരു ചട്നി റെഡിയാക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഒരു 2 പച്ചമുളകും ഒരു 2 തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല കളറുള്ള തക്കാളിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല കളറുണ്ടാവും ചട്നിക്ക്. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ചട്നി റെഡിയായി കിട്ടും. ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചാർക്കോളിൻ്റെയൊക്കെ നല്ലൊരു മണം കിട്ടുന്നുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മന്തിയുടെ അതേ ഒരു മണമാണ് ഇതിനുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ആ റൈസൊക്കെ ഇങ്ങ് കോരി മാറ്റാം. എന്നിട്ട് ലാസ്റ്റ് ആ ചിക്കൻ ഇങ്ങെടുത്ത് മാറ്റിയിട്ട് ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഓയിലും ഇതൊക്കെ റൈസിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് മുകളിൽ നിന്ന് ആ റൈസ് മാറ്റിയിട്ട് ചിക്കൻ എടുത്ത് മാറ്റാം.
ചിക്കൻ നല്ലതുപോലെ തന്നെ കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഇനി ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ റൈസും കൂടി ഇട്ടിട്ട് എല്ലായിടവും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓയിലൊക്കെ ഈ റൈസിലേക്കും നന്നായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഇത് സെർവ് ചെയ്യാം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ മന്തി ഉള്ളത്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്